വചനം ആത്മമാരിയ ആത്മീയമാമുണർവാലേ ദീപ്തമാക്കണേ. വചനം മഴയായി പെയ്യും കൃപതൻ നിറവായൊഴുകും വിടുതൽ നൽകുന്ന വചനം അറിവിൻ്റെ പൊരുളാകും വചനം സൗഖ്യമാ ജീവന. ആത്മീയ ഉണർവ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുവിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, കാരുണ്യവാനായ കർത്താവ് നമ്മുടെ ഓരോരുത്തരെയും വലിയ ഒരു ദൗത്യത്തിലേക്കാണ് വിളിച്ചിരിക്കുക. ഇന്നേ ദിവസം ആ പ്രത്യേക ദൗത്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും ആഗ്രഹിക്കുക. ജോബ് നീതിമാനായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം നന്മകൾ മാത്രം പ്രവർത്തിച്ചു, ആർക്കുമെതിരെ തിന്മ ചെയ്തിരുന്നില്ല. മാത്രമല്ല, ജോബ് നീതിമാനും അതോടൊപ്പം തന്നെ ഭക്തനുമായിരുന്നു. പ്രാർത്ഥിച്ചിരുന്നു ജോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ നാം വായിക്കുന്നു, ജോബ് എല്ലാ ദിവസവും അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചിരുന്നു. തൻ്റെ മക്കൾക്ക് വേണ്ടി എല്ലാ ദിവസവും തന്നെ ദഹനബലികൾ അർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ഭക്തനും നീതിമാനുമായ ജോബിൻ്റെ ജീവിതത്തിൽ അതിശക്തമായ വേദനകൾ, അതിശക്തമായ സഹനത്തിൻ്റെ വേലിയേറ്റത്തിൽ തകർന്നു പോകുന്ന ജോബിനെയാണ് നമ്മൾ കണ്ടുമുട്ടുക. ജോബ് അപ്രതീക്ഷിതമായി ജോബിൻ്റെ സമ്പത്ത് മുഴുവൻ നശിക്കുന്നു. ആടുമാടുകളും ഒട്ടകങ്ങളും എല്ലാം നശിക്കുന്നു. ജോബിൻ്റെ മക്കൾ ഇതാ എല്ലാവരും മരിച്ചു വീഴുന്നു. ജോബിൻ്റെ സമ്പത്ത് നഷ്ടപ്പെടുന്നു എന്ന് മാത്രമല്ല, ജോബ് തന്നെയും വലിയൊരു രോഗിയായി ശരീരം മുഴുവനും വ്രണങ്ങൾ കൊണ്ട് നിറയുന്നു. ജോബിൻ്റെ സ്വന്തം ഭാര്യ പോലും ജോബിനെ തള്ളിപ്പറഞ്ഞ് അവസാനം ഏകനായി സഹിക്കുന്ന ജോബ്. ആ കാലഘട്ടത്തിൽ ജോബിൻ്റെ സുഹൃത്തുക്കൾ ജോബിനെ സന്ദർശിക്കാൻ വരുന്നുണ്ട്. ജോബിൻ്റെ സുഹൃത്തുക്കൾ വന്ന് ജോബിന് ആശ്വാസത്തിന് പകരം എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്ന പോലെ അവർ ജോബിനെ കുറ്റപ്പെടുത്തുകയും ജോബിനെ ശാസിക്കുകയും ജോബിനെതിരായിട്ട് സംസാരിക്കുകയും ചെയ്തു. അങ്ങനെ ജോബിൻ്റെ വേദന ഓരോ നിമിഷവും വർദ്ധിച്ചു കൊണ്ടിരുന്നു. ഈ സാഹചര്യത്തിലാണ് ജോബിൻ്റെ പ്രാർത്ഥന നമ്മൾ കാണുക. അതുവരെയും പ്രാർത്ഥിച്ചിരുന്ന ജോബ് മറ്റൊരു രീതിയിൽ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. ആ പ്രാർത്ഥനയാണ് ജോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുക. ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരികെ കൊടുത്തു. അവിടുന്ന് അത് ഇരട്ടിയാക്കി കൊടുത്തു. ജോബിൻ്റെ പ്രാർത്ഥന അതുവരെയും ദൈവസന്നിധിയിൽ സ്വീകാര്യമായി ജോബിന് തോന്നിയില്ല. എന്നാൽ ജോബ് തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി, പ്രത്യേകിച്ച് തനിക്കെതിരായി പ്രവർത്തിച്ച തൻ്റെ വിരോധികളായി മാറിയ സ്നേഹിതർക്ക് വേണ്ടി അവൻ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ അവൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ സ്വീകാര്യമായി. ഈ പ്രാർത്ഥന വളരെ വിശേഷപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്, ഫലദായകമായ ഒരു പ്രാർത്ഥനയാണ്. എന്താണ് ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത? നമ്മുടെ പ്രാർത്ഥനകളും ജോബിൻ്റേതുപോലെ തന്നെ ആയിരുന്നു, അല്ലെങ്കിൽ ആണ്. ജോബ് തനിക്ക് വേണ്ടിയും തൻ്റെ കുടുംബത്തിന് വേണ്ടിയുമാണ് പ്രാർത്ഥിച്ചിരുന്നത്. നീതിമാനായിരുന്നു, നല്ലവനായിരുന്നു. നീതിമാനായതുകൊണ്ട് മാത്രം തൃപ്തിപ്പെടാതെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ദൗത്യമുണ്ടെന്ന് ദൈവം ജോബിനെ പഠിപ്പിച്ചു കൊടുത്ത സംഭവമാണ് ഇത്. ജോബ് വേദനയുടെ കാലഘട്ടത്തിൽ ആ വേദനകൾക്ക് പിന്നിലെ
ദൈവത്തിൻ്റെ പദ്ധതിയെ തിരിച്ചറിഞ്ഞു. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് തനിക്ക് ഈ വേദനകളുടെ കാലഘട്ടങ്ങൾ ദൈവം ഒരുക്കി തന്നത് എന്ന് ജോബ് തിരിച്ചറിയുകയും തൻ്റെ വേദനകൾ കൂട്ടിയ ആ സുഹൃത്തുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ജോബ് തയ്യാറായി. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് ഈ തിരുവചനം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയുകയാണ്, ദൈവം നമ്മളെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തിരിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ കർത്താവ് പ്രകാരം തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ്. നമ്മളെ ഓരോരുത്തരെയും ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് എന്താണ്? തിരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത മറ്റൊന്നുമല്ല, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടുള്ള തിരഞ്ഞെടുപ്പാണ് ദൈവം നമുക്ക് തന്നിരിക്കുക. കേവലം നീതിമാൻ മാത്രമായിരിക്കാനല്ല, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി കൂടിയുള്ള തിരഞ്ഞെടുപ്പാണ് ദൈവം നമുക്ക് തന്നിരിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ ബൈബിളിലേക്ക് വരുമ്പോൾ ബൈബിളിൽ കാണുന്ന തിരഞ്ഞെടുക്കപ്പെട്ടവർക്കെല്ലാവർക്കും ഉണ്ടായിരുന്ന ഒരു പ്രത്യേക സവിശേഷതയാണ്, അവരുടെ ഹൃദയത്തിൽ ദൈവം നിക്ഷേപിച്ച വലിയ ഒരു ഉൾക്കാഴ്ചയാണ് അവർ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നുമുള്ള ഉൾക്കാഴ്ച. നമ്മിൽ 90% പേരും, നമ്മുടെ പ്രാർത്ഥനകളിൽ 90% നമുക്ക് വേണ്ടിയോ നമ്മെ ചുറ്റിപ്പറ്റിയുള്ള കുറച്ച് പേർക്ക് വേണ്ടിയോ ഉള്ള പ്രാർത്ഥനകളാണ് നമ്മൾ സാധാരണ നടത്തുക. മറ്റു വാക്കിൽ പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന സ്വാർത്ഥപ്രേരിതമാണ്. സ്വാർത്ഥപ്രേരിതമായ പ്രാർത്ഥനയിൽ നിന്ന് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് ഞാനും നിങ്ങളും വളരണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അത് പഠിപ്പിച്ചു കൊടുത്ത വലിയൊരു സംഭവമാണ് ജോബിൻ്റെ ജീവിതത്തിൽ നടന്ന ഈ സഹനത്തിൻ്റെ കാലഘട്ടം. നമ്മളും വേദനയ്ക്കും ദുഃഖത്തിനും രോഗത്തിനും അടിമപ്പെടുമ്പോൾ നമ്മെപ്പോലെ സഹിക്കുന്ന ആയിരങ്ങളെയും പതിനായിരങ്ങളെയും ലക്ഷങ്ങളെയും ദൈവസന്നിധിയിലേക്ക് ഉയർത്തി ദൈവകരുണ അവരിലേക്ക് ഇറങ്ങി വരാൻ നമ്മൾ ഓരോരുത്തരും ഒരു കാരണമാകണം, ഒരു നിമിത്തമായി തീരണം, അതിന് ഒരു ഉപകരണമാകണം എന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ദൈവവിളി. ഈ വിളിയെ മനസ്സിലാക്കുവാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ഇന്ന് വിളിച്ചിരിക്കുകയാണ്. ഏതാനും ചില ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുക ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായത്തിൽ 17-18 തിരുവചനങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടുന്ന അബ്രാഹത്തെയാണ്. അബ്രാഹം തൻ്റെ പ്രയാണത്തിനിടയിൽ ഗരാർ എന്ന് പറഞ്ഞ ദേശത്ത് എത്തിച്ചേർന്നു. ഗരാറിലെ രാജാവ് അബ്രാഹത്തെ സ്വീകരിച്ചു. കാരണം അബ്രാഹത്തിൻ്റെ ഭാര്യ സാറായി അതീവ സുന്ദരിയായിരുന്നു. അതുകൊണ്ട് അവളിൽ അയാൾക്ക് അഭിലാഷം ഉണ്ടാകുകയും അവളോടൊത്ത് പാപം ചെയ്യാൻ അയാൾ ആഗ്രഹിക്കുകയും താല്പര്യപ്പെടുകയും ചെയ്തു. തൻ്റെ ജീവൻ നഷ്ടപ്പെടുമെന്ന് ഭയന്ന അബ്രാഹം അബീമലേക്കിനോട് പറഞ്ഞു, ഇവൾ എൻ്റെ ഭാര്യയല്ല, ഇവൾ എൻ്റെ സഹോദരിയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സംഭവം പെട്ടെന്ന് ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലുണ്ടായി. ദൈവം അബ്രാഹത്തെയും അബ്രാഹത്തിൻ്റെ ഭാര്യ സാറായെയും രക്ഷിക്കുകയാണ്. തിന്മ ചെയ്യാൻ നിരൂപിച്ച അബീമലേക്കും അവൻ്റെ കുടുംബവും പെട്ടെന്ന് ശിക്ഷിക്കപ്പെട്ടു. അബീമലേക്കിനും അവൻ്റെ കുടുംബത്തിലുള്ള സകല സ്ത്രീജനങ്ങളും വന്ധ്യരായിട്ട് മാറുന്നു. മക്കളുണ്ടാകാനുള്ള സകല കഴിവും അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. ഈ പ്രതിസന്ധിയിൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകനായ അബ്രാഹാം സന്തോഷിക്കുകയല്ല ചെയ്തത്, മറിച്ച് അവരുടെ ആ ദുരിതത്തിൽ, താൻ ഇപ്പോൾ ഒരു ദുരിതത്തിൽ കഴിയുകയാണെങ്കിലും അവരുടെ ആ ദുരിതത്തിൽ മനസ്സലിഞ്ഞ് ദൈവസന്നിധിയിൽ ഇതാ അബ്രാഹാം
അബീമേലെക്കിനും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. തിരുവചനം ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഉൽപ്പത്തി 20:17. അബ്രാഹാം ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം അബീമേലെക്കിനെയും ഭാര്യയെയും വേലക്കാരികളെയും സുഖപ്പെടുത്തി. അവർക്കെല്ലാവർക്കും സന്താനങ്ങളും ജനിച്ചു. അബ്രാഹത്തിൻ്റെ പ്രാർത്ഥന പെട്ടെന്ന് ദൈവം സ്വീകരിച്ചു. ദൈവം അബ്രാഹത്തിൻ്റെ പ്രാർത്ഥനയനുസരിച്ച് അബീമേലെക്കിൻ്റെ കുടുംബത്തിൻ്റെ മേൽ അനുഗ്രഹം വർഷിക്കാനായിട്ടിടയായി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥന, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ഉയർത്തുന്ന പ്രാർത്ഥന ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി നാം അർപ്പിക്കുന്ന പ്രാർത്ഥനയേക്കാൾ സ്വീകാര്യമായ പ്രാർത്ഥനയാണെന്നും നമ്മുടെ ഇടപെടലിലൂടെ വേദനിച്ചും ദുഃഖത്തിലും പാപത്തിൻ്റെ ബന്ധനത്തിലും കഴിയുന്ന വ്യക്തികൾക്ക് ദൈവകരുണ എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികളാണ് നാം ഓരോരുത്തരുമെന്നും തിരിച്ചറിയുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ആകയാൽ പ്രിയപ്പെട്ട മക്കളെ, ഇന്നു മുതൽ ഈ രീതിയിലുള്ള ഒരു പ്രാർത്ഥനയുടെ അഭിഷേകം സ്വീകരിക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു ഉദാഹരണം കൂടെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. രണ്ടാമതായി നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുക മോശയെയാണ്. സംഖ്യയുടെ പുസ്തകത്തിൽ 14-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം കാണുകയാണ്. ദൈവത്തിൻ്റെ കോപം ഇസ്രായേൽ ജനത്തിൻ്റെ മേൽ കത്തിജ്വലിച്ചു. കാരണം മറ്റൊന്നുമല്ല, ഇസ്രായേൽ ജനം വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള തങ്ങളുടെ പ്രയാണം കനാൻ ദേശത്ത് എത്തിച്ചേരാറായി. വാഗ്ദാന ഭൂമിയിലേക്ക് അവർ പ്രവേശിക്കാൻ പോവുകയാണ്. അതിനു മുമ്പായി ആ ജനത്തെ ആക്രമിച്ച് കീഴടക്കണം. അതുകൊണ്ട് ആ സ്ഥലം പോയി ഒറ്റുനോക്കാൻ ദൈവം ഇസ്രായേൽ മക്കളിൽ നിന്നും നേതാക്കന്മാരെ തിരഞ്ഞെടുത്ത് അയക്കാൻ ആവശ്യപ്പെട്ടു. മോശെ അപ്രകാരം നേതാക്കന്മാരെ അങ്ങോട്ട് അയച്ചു. ഈ നേതാക്കന്മാർ അവിടെ പോയപ്പോൾ കണ്ട കാഴ്ച തേനും പാലും ഒഴുകുന്ന ദൈവം വാഗ്ദാനം ചെയ്ത ദേശം. പക്ഷേ അവിടെയുള്ള ജനം വലിയ മനുഷ്യരാണ്, അവർ ശക്തന്മാരുമാണ്. അവർ ഭയപ്പെട്ടു. അവർ തിരിച്ചു വന്ന് ജനത്തെ പിന്തിരിപ്പിച്ചു. ജനത്തോട് പറഞ്ഞു, മോശയും ദൈവവും കൂടെ നമ്മളെ പറ്റിക്കുകയാണ്. ഈ ജനത്തെ ഒരിക്കലും നമുക്ക് കീഴടക്കാൻ സാധിക്കുകയില്ല. കാരണം അവർ അത്രമാത്രം ശക്തരാണ്. നമ്മൾ ഇവിടെ ഈ മരുഭൂമിയിൽ കിടന്ന് സഹിക്കുന്നതിനേക്കാൾ നല്ലത് തിരിച്ച് ഈജിപ്തിലേക്ക് മടങ്ങിപ്പോകുന്നതാണ്. ദൈവത്തിൻ്റെയും മോശയുടെയും വാക്ക് കേട്ട് വഞ്ചിതരായിത്തീരരുത്. ജനം മുഴുവൻ മോശയ്ക്കും ദൈവത്തിനെതിരായിട്ട് തിരിഞ്ഞു. വിപ്ലവമുണ്ടായി. ജനത്തിൻ്റെ ഈ പ്രവൃത്തിയിൽ ദൈവം അസംതൃപ്തനായി. ദൈവം പറഞ്ഞു, ഞാൻ ഈ ജനത്തെ നശിപ്പിക്കും. ഞാൻ അവർക്ക് വേണ്ടി കാണിച്ച അത്ഭുതങ്ങളും അവരുടെ മുമ്പിൽ പ്രവർത്തിച്ച വൻകാര്യങ്ങളും അവർ മറന്നുപോയി. എനിക്ക് ഈ ജനങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാനാവില്ല എന്ന് ഇവർ ചിന്തിച്ചു. എന്തുകൊണ്ട്? അവർക്ക് വിശ്വാസമില്ല. വിശ്വാസമില്ലാത്ത നന്ദി കെട്ട ഈ ജനതയെ ഞാൻ നശിപ്പിക്കും. ദൈവത്തിൻ്റെ കോപം ഉയർന്നപ്പോൾ കോപിഷ്ഠനായ ദൈവത്തിൻ്റെ മുമ്പിൽ ഇതാ മോശ ദൈവത്തിൻ്റെ പാദത്തിൽ വീണ് ദൈവത്തോട് ജനത്തിനു വേണ്ടി മാപ്പ് ചോദിക്കുന്ന അത്ഭുതകരമായ ഒരു രംഗം നമ്മൾ തിരുവചനത്തിൽ കാണുകയാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ വചനഭാഗം വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. സംഖ്യയുടെ പുസ്തകം 14-ാം അധ്യായം 19-20 തിരുവചനം. അങ്ങയുടെ കാരുണ്യാതിരേകത്തിന് അനുയോജിച്ച വിധം ഈജിപ്ത് മുതൽ ഇവിടം വരെ ഈ ജനത്തോട് ക്ഷമിച്ചതുപോലെ ഇപ്പോഴും ഇവരുടെ അപരാധം പൊറുക്കണമേ എന്ന് അങ്ങയോട് ഞാൻ യാചിക്കുന്നു. അപ്പോൾ കർത്താവ് അരുളിച്ചെയ്തു, നിന്റെ അപേക്ഷ സ്വീകരിച്ച് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ദൈവം ഇസ്രായേൽ ജനത്തിൻ്റെ പാപം ക്ഷമിച്ചു, അവരോട് കരുണ കാണിച്ചു. അവരുടെ മേൽ ദൈവത്തിൻ്റെ കരുണ എഴുന്നള്ളി വന്നു. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം ദൈവത്തിൻ്റെ കരുണ ജനത്തിന് ലഭ്യമാക്കി കൊടുക്കുവാൻ
പ്രത്യേകിച്ച് തകർന്നു പോയ ജനതയ്ക്ക് വേണ്ടി, പാപത്തിൽ കഴിയുന്ന ജനതയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ കരുണ എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നാം ഓരോരുത്തരും. നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ ദാസനാണ്, ദാസിയാണ് നാം ഓരോരുത്തരും. നമ്മൾ ഇപ്രകാരമാണ് തിമോത്തിക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം 1-ാം തിരുവചനത്തിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉൾക്കാഴ്ചയാണ് നമുക്ക് നൽകുക. തിരുവചനം പറയുകയാണ്, എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാര സ്മരണകളും അർപ്പിക്കണമെന്ന് ഞാൻ ആദ്യമേ ആഹ്വാനം ചെയ്യുന്നു. ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ദാസൻ്റെ, ദൈവദാസൻ്റെ പ്രത്യേകത എന്താണ്? അവൻ ആദ്യം ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അവൻ മധ്യസ്ഥ പ്രാർത്ഥന നടത്തണമെന്നാണ് തിരഞ്ഞെടുക്കപ്പെട്ടവൻ്റെ വിളി എന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയെ ഓർപ്പിക്കുകയാണ്. നീ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ ദാസനാണ്. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ദാസൻ്റെ വളരെ പ്രധാനപ്പെട്ട ദൗത്യമാണ് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുക. കരുണ ലഭിക്കാൻ സാധിക്കാത്ത, കരുണ നഷ്ടപ്പെട്ടു പോയ ജനത്തിന് ദൈവകരുണ എത്തിച്ചു കൊടുക്കുക എന്നതാണ് നിന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമെന്ന് തിമോത്തിയെ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിച്ചു. അപ്രകാരം നീ പ്രാർത്ഥിക്കണം എന്ന് അവനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, നമ്മെപ്പോലെ വേദനിക്കുന്നവർ, അവരുടെ വേദന ദൈവസന്നിധിയിലേക്ക് നമ്മൾ ഉയർത്തുന്നു. ആയിരങ്ങൾ, പതിനായിരങ്ങളെ ദൈവസന്നിധിയിലേക്ക് നമ്മൾ ഉയർത്തുന്നു. ദൈവത്തിൻ്റെ കരുണ സ്വീകരിക്കാൻ സാധിക്കാത്ത ആയിരങ്ങളെ, പതിനായിരങ്ങളെ ദൈവസന്നിധിയിലേക്ക് നമ്മൾ ഉയർത്തുന്നു. കർത്താവിൻ്റെ കരുണ സ്വീകരിക്കാൻ അവരെ ഒരുക്കുന്നു. ഈ ദൗത്യമാണ് ദൈവം നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്ന ദൗത്യം. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ഓർപ്പിക്കുകയാണ്. നാം ഓരോരുത്തരും സ്വീകരിക്കുന്ന ഈ പ്രാർത്ഥന, മധ്യസ്ഥ പ്രാർത്ഥനാ രീതി, ഈ പ്രാർത്ഥന വഴിയായിട്ട് ആ സ്ഥലവും ആ കാലവും ആ ചുറ്റുപാടുകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സകല തിന്മകളും നീങ്ങിപ്പോകുമെന്ന് ഈ പ്രാർത്ഥന നമ്മളെ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് യേശു തൻ്റെ ശുശ്രൂഷകൾ ആരംഭിക്കുന്നതിന് മുമ്പായി യേശു 72 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് അവരെ താൻ പോകാനായിട്ട് ആഗ്രഹിച്ച എല്ലാ പട്ടണങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും 2 പേരായി അയക്കുകയുണ്ടായി. അവർ യേശു ആ പ്രദേശത്ത് ചെല്ലുന്നതിന് മുമ്പ് തന്നെ ആ സ്ഥലത്തെ ചില തിന്മയുടെ ശക്തികളെ വിട്ടുപോകാൻ തക്കവിധം അവരവിടെ പ്രസംഗിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. തിന്മയുടെ സാന്നിധ്യം അവിടെ നിന്ന് അകലുവാനിടയായത് യേശുവിന് ആ ഗ്രാമത്തിൽ പ്രവേശിക്കുവാനായിട്ട് വഴിയൊരുക്കുകയുണ്ടായി. യേശുവിൻ്റെ വരവിന് മുമ്പ് തന്നെ സ്നാപകയോഹന്നാൻ വരികയും അവിടെ മാനസാന്തരത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും യേശുവിൻ്റെ വരവിനെ വഴിയൊരുക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കരുണ കൂട്ടിക്കൊണ്ടു വരിക എന്ന വലിയ ഒരു ദൗത്യമാണ് ദൈവം നമ്മിൽ ഓരോരുത്തരും നിക്ഷേപിച്ചിരിക്കുന്ന ഒരു ദൗത്യം. ഈ കടമ നമ്മൾ ഓരോരുത്തരും മറന്നു പോകരുത്. ഇപ്രകാരം നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ബന്ധനങ്ങളും അതോടൊപ്പം തന്നെ പൊട്ടിത്തകരും. നമ്മെ ബന്ധിച്ച് കെട്ടി വച്ചിരിക്കുന്ന ചില പീഡകൾ വിട്ടുമാറണമെങ്കിൽ നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയുടെ മേഖലകളിലേക്ക് നമ്മൾ ഉയരണം. അപ്രകാരം ഒരു ഉൾക്കാഴ്ച നമ്മൾ സ്വീകരിക്കാത്തത് കൊണ്ടും പ്രാർത്ഥനയുടെ വിഷയത്തിൽ സ്വാർത്ഥരായി നമ്മൾ കഴിയുന്നത് കൊണ്ടുമാണ് ചില ബന്ധനങ്ങൾ പൊട്ടാതെ നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുക. ആകയാൽ പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, ഇന്നു മുതൽ ഈ പ്രാർത്ഥനാ രീതി അഭ്യസിക്കുവാൻ എന്നെ ദൈവം മറ്റുള്ളവർക്കായി തിരഞ്ഞെടുത്തതാണ് എന്ന തിരിച്ചറിവ് സ്വീകരിച്ച് ദൈവസന്നിധിയിലേക്ക് അനേകരെ ഉയർത്തുന്ന പ്രാർത്ഥനയുടെ
മധ്യസ്ഥ പ്രാർത്ഥനയുടെ ചൈതന്യം സ്വീകരിക്കാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും വിളിക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അവിടുത്തെ അനന്ത കരുണയെ ഓർത്ത് നന്ദി പറയുന്നു. ഈ നിമിഷങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തെ ഓർത്ത്, വിശുദ്ധരുടെ സാന്നിധ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഇപ്പോഴീ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകല ജനങ്ങളെയും സമർപ്പിക്കുന്നു. പിതാവേ, ഞങ്ങൾക്കെല്ലാം അത്ഭുതകരമായൊരു തിരഞ്ഞെടുപ്പുണ്ട് എന്ന ഉൾക്കാഴ്ചയോർത്ത് നന്ദി പറയുന്നു. ഞങ്ങളെല്ലാം ഞങ്ങളുടെ പ്രാർത്ഥനാ രീതികളിൽ മാറ്റമുണ്ടാക്കട്ടെ. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. അനേകരെ ദൈവസന്നിധിയിലേക്കും ദൈവകരുണയിലേക്കും ഉയർത്തുവാനുള്ള മധ്യസ്ഥ പ്രാർത്ഥനയുടെ ആത്മീയ ചൈതന്യം ഞങ്ങൾക്ക് നൽകുമാറാകണമേ എന്ന് ഏറ്റവും വിനീതമായി തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പരിശുദ്ധാത്മാവേ വേഗം വരണേ, പരിശുദ്ധാത്മാവേ എന്നിൽ വരണേ, പരിശുദ്ധാത്മാവേ വേഗം വരണേ, പരിശുദ്ധാത്മാവേ എന്നിൽ വരണേ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു.